വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. നമ്മളിന്ന് പോളിഗൺസിന്റെ ലാസ്റ്റ് പോർഷൻ കുറച്ചുകൂടെ എടുക്കാനുണ്ടായിരുന്ന മിസ്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് പോർഷനാണ്. മിസ്സിന്റെ പേജ് നമ്പർ 58 ആണ് മിസ് എടുക്കുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ തുടങ്ങിയാൽ നമുക്ക് നാളെ പോളിഗൺസ്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ മിസ്സിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ആണ്, വായിക്കാം. ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ ഓഫ് എ 15-sided റെഗുലർ പോളിഗൺ? ഇപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 15-sided റെഗുലർ പോളിഗണിന്റെ ഒരു ആംഗിൾ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഒറ്റ ആംഗിൾ. ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? അപ്പൊ നമുക്ക് ഇന്നർ ആംഗിളും കണ്ടുപിടിക്കണം, ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് സൈഡ്സ് 15 ആണ്. ഇപ്പൊ റെഗുലർ പോളിഗൺ മീൻസ് വാട്ട്? നമ്മൾ പഠിച്ചതാണ്. For a polygon, all sides and all angles are equal, then it is said to be a regular polygon. അല്ലേ? അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ആംഗിൾ കാണാൻ വേണ്ടി ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? n-2 × 180 അല്ലേ? ഇത് നമുക്ക് അറിയുന്നതാണ്. ഇതിൽ n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ 15 - 2 × 180. അപ്പോൾ 13 × 180. 30 × 180 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13 × 18. 8 3s are 24. 2 188 + 2 10. 133 1 4 3 2 3 4 0 എന്ന് വരും ആൻസർ. 2 3 4 0. ഇതെന്താണ്? 2 3 4 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 15-sided റെഗുലർ പോളിഗണിന്റെ ടോട്ടൽ ആംഗിൾ ആണ് 2340. 2340 ടോട്ടൽ ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് കാണേണ്ട ടോട്ടൽ ആംഗിൾ അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒരു ആംഗിൾ ആണ്. അപ്പൊ 1 ആംഗിൾ കാണാൻ എന്താ ചെയ്യാം? 1 ആംഗിൾ is equal to ടോട്ടൽ ആംഗിൾ 2340 ഡിവൈഡഡ് ബൈ 15 അല്ലേ? അപ്പൊ നമുക്ക് ഒരു ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അപ്പൊ ഇനി നമുക്ക് 2340 ഡിവൈഡഡ് ബൈ 15 എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇവിടെ നിന്ന് എഴുതാം, ഇവിടെ കാണിക്കാം കേട്ടോ. നോക്കൂ, 2340യെ 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 115 15, ബാക്കി എത്ര വരും? 84. 84ൽ എത്ര 15 ഉണ്ട്? 7 ഉണ്ടാവും അല്ലേ? 7 ഇല്ല, 5 കൊടുക്കാം. 5 5 25, ബാക്കി 2 5 7 75. 75 എന്ന് പറയുമ്പോൾ ബാക്കി നമുക്ക് കിട്ടുന്നത് 90 ആണ്. 90 ആവുമ്പോൾ എത്ര വരും? 6 വരും. 6 15s ആണ്. അപ്പോൾ 156 എന്ന് കിട്ടും. ആൻസർ നമുക്ക് എത്ര കിട്ടാം? 156 ഡിഗ്രി എന്ന് കിട്ടും. 156 ഡിഗ്രി എന്താണ്? ഒരു ഒറ്റ ആംഗിൾ ആണ് അല്ലേ? റൈറ്റ്? ഒരു ഇന്നർ ആംഗിൾ ആണ് 156 എന്നുള്ളത്. നമുക്ക് എന്ത് കിട്ടി? ഒരു ഇന്നർ ആംഗിൾ നമുക്ക് കിട്ടി. ഇറ്റ് ഈസ് 156 ഡിഗ്രി. മനസ്സിലായോ? ഇനി നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? വാട്ട് ഈസ് വൺ ഔട്ടർ ആംഗിൾ? ഇതിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. വാട്ട് ഈസ് വൺ ഔട്ടർ ആംഗിൾ? ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഔട്ടർ ആംഗിൾ ഇന്നർ ആംഗിൾ കൂടെ ചേർന്നാൽ ലീനിയർ പെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 180 - 156. നിങ്ങൾക്ക് എത്ര കിട്ടും? ആൻസർ 24 ഡിഗ്രി കിട്ടും. നമുക്ക് രണ്ടും കിട്ടി. ഒരു ഇന്നർ ആംഗിളും കിട്ടി, ഒരു ഔട്ടർ ആംഗിൾ. ഇന്നർ ആംഗിൾ എത്രയാണ്? ഇന്നർ ആംഗിൾ 156, ഔട്ടർ ആംഗിൾ 24 ഡിഗ്രി. മനസ്സിലായോ? എളുപ്പമാണ്. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 15-sided പോളിഗൺ ആയതുകൊണ്ട് ഫസ്റ്റിൽ നമ്മൾ ടോട്ടൽ ആംഗിൾസ് കണ്ടു. റെഗുലർ പോളിഗൺ അല്ലേ? ടോട്ടൽ ആംഗിൾ കണ്ടു. ടോട്ടൽ ആംഗിൾ 2340 കിട്ടി. ആ 2340 നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഓരോ ആംഗിൾസും കിട്ടി. അതായത് 156 ഡിഗ്രീസ് ഉള്ള 15 ആംഗിൾസ് ഉണ്ടാവും അതിനുള്ളിൽ. മനസ്സിലായോ? ആ പോളിഗണിൽ ഒരു ആംഗിൾ, ഉള്ളിലത്തെ ആംഗിൾ ഇന്നർ ആംഗിൾ 156 ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോളിഗണിന്റെ ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിളോട് ചേരുമ്പോൾ എന്ത് വരും? ഇത് ഇന്നർ ആംഗിൾ ആണെങ്കിൽ ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിളോട് ചേരുമ്പോഴാണ് നമുക്ക് 180 കിട്ടുക. ഇന്നർ ആംഗിൾ 156 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 24 ഡിഗ്രി. രണ്ടും കൂടെ ചേരുമ്പോൾ ലീനിയർ പെയർ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വൺ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 168 ഡിഗ്രി. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പൊ നമുക്ക് സൈഡ് എത്രയെന്നാണ് അറിയേണ്ടത്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെഗുലർ പോളിഗണിന്റെ വൺ ആംഗിൾ
ആംഗിൾ എത്രയാണ്? 168 ഡിഗ്രി. നമുക്കിത് പല രീതിയിൽ ചെയ്യാം. മിസ് ഏറ്റവും എളുപ്പമുള്ള രീതി പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതി. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് രണ്ടും ഒന്നായിരിക്കും അല്ലെ. കാണാൻ എന്ത് ചെയ്താൽ മതി? എൻ ഔട്ടർ ആംഗിൾ അല്ല, സോറി, എൻ ഔട്ടർ ആംഗിൾ അല്ല, 360 ഡിവൈഡഡ് ബൈ, അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 360 ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ. ഇതാണ് ഏറ്റവും എളുപ്പ വഴി കേട്ടോ. ഇതല്ലാതെ ഇനി എളുപ്പ വഴിയില്ല നിങ്ങൾക്ക്. റൈറ്റ്, നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് കാണാൻ രണ്ടും ഒന്ന് തന്നെയാണ്. 360 ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ 168 ആണ്. ഔട്ടർ ആംഗിൾ എങ്ങനെ കാണാം? ഔട്ടർ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഔട്ടർ ആംഗിൾ is equal to 180 minus 168. റൈറ്റ്, നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? 22 കിട്ടും. നമുക്ക് എത്ര കിട്ടും ആൻസർ? 12 എന്ന് കിട്ടും. റൈറ്റ്, അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 12 ആണ്. നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാം. നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 360 ഡിവൈഡഡ് ബൈ 12. 360 ബൈ 12 എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? എത്ര സൈഡ് ഉണ്ടാവും അതിന്? അതിന്റെ സൈഡ് 30 സൈഡ്സ് അല്ലെങ്കിൽ 30 ആംഗിൾസ്. വളരെ എളുപ്പമാണ് അല്ലേ? നമ്മൾ എന്താ ചെയ്തത്? നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണ്? 360 ഡിവൈഡഡ് ബൈ 1 ഔട്ടർ ആംഗിൾ. ഒന്നുകിൽ നമുക്ക് ഔട്ടർ ആംഗിൾ നേരിട്ട് തരും, അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ തരും. ഇന്നർ ആംഗിൾ തന്നാൽ നിങ്ങൾക്ക് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറിയാം. 180ൽ നിന്നും ഇന്നർ ആംഗിൾ മൈനസ് ചെയ്താൽ നമുക്ക് 12 ഉണ്ട്. അതായത് ഒരു ഔട്ടർ ആംഗിൾ 12 ഡിഗ്രിയാണ്. അപ്പോൾ 360 നമ്മുടെ പോളിഗൺസ് എത്ര സൈഡുള്ളതാണെങ്കിലും കുഴപ്പമില്ല. ഔട്ടർ ആംഗിൾ ടോട്ടൽ എത്രയേ വരുള്ളൂ? നമ്മൾ പഠിച്ചതാണ് 360 ബൈ 1 ഔട്ടർ ആംഗിൾ. അതായത് 360 ബൈ 12 ചെയ്യാൻ നിങ്ങൾക്ക് എത്ര കിട്ടും? 30. ഇത് ഡിഗ്രി ഒന്നും കൊടുക്കരുത്. കാരണം എന്താണ്? നമ്മുടെ ചോദ്യം എന്താണ്? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ് എന്നാണ്. അപ്പോൾ അതിന് ഡിഗ്രി കൊടുക്കാൻ പാടില്ല. 30 സൈഡ്സ്. ഇറ്റ് ഹാവ് 30 സൈഡ്സ് അല്ലെങ്കിൽ 30 ആംഗിൾസ്. മനസ്സിലായോ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ വി ഡ്രോ എ റെഗുലർ പോളിഗൺ വിത്ത് ഈച്ച് ഔട്ടർ ആംഗിൾ 6 ഡിഗ്രി? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഓരോ ഔട്ടർ ആംഗിൾസും 6 ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾക്കൊരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് അബൌട്ട് 7 ഡിഗ്രി? 7 ഡിഗ്രി ആണെങ്കിലോ? അപ്പൊ നമ്മൾക്ക് റെഗുലർ പോളിഗൺ എത്ര സൈഡ്സ് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. അതായത് 6 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ റെഗുലർ പോളിഗൺ ഒരു സൈഡ്സ് എത്ര സൈഡ്സ് കിട്ടും നമുക്ക് നോക്കാം. അപ്പോഴല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ, സൈഡ്സ് കിട്ടണ്ടേ. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? നേരത്തെ മിസ് പഠിപ്പിച്ചാണ് എല്ലാവരും പറഞ്ഞ നമ്പർ ഓഫ് സൈഡ്സ് ഓർ നമ്പർ ഓഫ് ആംഗിൾസ് is equal to 360 divided by 1 outer angle. അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം 6 ഡിഗ്രിയാണ്. ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രിയാണ്. നമുക്ക് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 6. നമുക്ക് 60 എന്ന് കിട്ടും ആൻസർ അല്ലേ? 60 ഡിഗ്രി അല്ല, ഡിഗ്രി വേണ്ട, 60. അപ്പൊ നമുക്ക് വരയ്ക്കാൻ പറ്റും. 60 സൈഡ്സ് ഉണ്ടാവും. ശരിയല്ല? ഹോൾ നമ്പറാണ് നമുക്കിവിടെ കിട്ടിയത്. ഫ്രാക്ഷൻ ഒന്നും കിട്ടിയപ്പോൾ വരയ്ക്കാൻ പറ്റില്ല. സൈഡ്സ് അല്ലെങ്കിൽ ആംഗിൾസ് നമുക്ക് ഒരിക്കലും ഫ്രാക്ഷൻസ് ആയിട്ട് വരില്ല. അപ്പൊ ഇവിടെ നമുക്ക് 16 ആൻസർ കിട്ടിയതുകൊണ്ട് 60 is a whole number, so we can draw a regular polygon with each outer angle 6 degree. Okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 7 ഡിഗ്രി ആണെങ്കിൽ, അതായത് 360 ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ 7 ഡിഗ്രി ആണ്. നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. 360 നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുമോ? 5 7s are 35 അല്ലേ? 10 വരും. അപ്പോൾ 177, ബാക്കി 3. അവിടെ ഒരു പോയിന്റ് വരും. പോയിന്റ് അല്ലേ? 51 പോയിന്റ് വരും. ഇപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആംഗിൾസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. പോയിന്റ് വന്നാൽ പറ്റുമോ? 51 ഹോൾ നമ്പർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് നമ്പർ 51.5 സൈഡ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം 51 പോയിന്റ്. അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. സോ വി കനോട്ട് ഡ്രോ എ റെഗുലർ പോളിഗൺ വിത്ത് വൺ ഔട്ടർ ആംഗിൾ 7 degree. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫിഗർ ഷോസ് എ റെഗുലർ പെന്റഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ. Here this is a regular hexagon and this is a regular pentagon. Put together, how much is angle PQR? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ PQR. ഈ വലിയ ആംഗിൾ, അതായത് പുറത്തായിരിക്കണം അല്ലേ, അത് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, ഔട്ടർ ആംഗിൾസ് ഓൾസോ ഈക്വൽ ആയിരിക്കും. ഇതൊരു റെഗുലർ പെന്റഗൺ ആണ്, അതേപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എത്രയാണ് റെഗുലർ ഹെക്സഗൺ ഒരു ആംഗിള് നമുക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നമ്മുടെ ഇക്വേഷൻ n-2 × 180 ആണ്. ഹെക്സഗൺ അല്ലേ, അപ്പോൾ 6 - 2 × 180 ദാറ്റ് ഈസ് 4 × 180. 4 × 180 എന്ന് പറഞ്ഞാൽ നമുക്ക് 720 എന്ന് കിട്ടും. ടോട്ടൽ ആംഗിൾ ആണ് 720 അല്ലേ. ഇതൊരു ഹെക്സഗൺ ആയതുകൊണ്ട് ഒരു ആംഗിൾ എത്രയായിരിക്കും? 720 ÷ 6. ഇപ്പം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 120 വരും, റൈറ്റ്? ഇറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഓരോ ആംഗിൾസും ഈ ഇതിന്റെ ഓരോ ഇത് 120 ആണ്, ഇത് 120 ആണ്, ഇത് 120 ആണ്. എല്ലാ ആംഗിൾസും നമുക്ക് എത്ര കിട്ടുക? 120 ഈച്ച് ആണ് കിട്ടുക, റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട്. ഇനി റെഗുലർ പെന്റഗൺ ആണെങ്കിൽ ഇതേപോലെ n-2 × 180. അപ്പോൾ നമുക്ക് 5 - 2 × 180, നമുക്ക് 3 × 180. 3 × 180 എന്ന് നമുക്ക് 540 കിട്ടും അല്ലേ, 540. ഇതെന്താണ്? ഈ 540 എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾസ് ആണ്. നമുക്ക് ഒരു ആംഗിൾ കാണണം, എന്താ ചെയ്യുക? 540 ÷ 5. അപ്പോൾ നിങ്ങൾക്ക് 108 ഡിഗ്രി എന്ന് കിട്ടും. റെഗുലർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്ര വരിക? 108. ഇത് 108, ഇത് 108. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പല രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് പല രീതിയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മിസ് ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്താണ് വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇതിനൊന്നും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്, റൈറ്റ്? ഇവിടെ ഒരു ലൈൻ വരച്ചു. അപ്പോൾ നോക്കൂ, ഇതൊരു ലീനിയർ പെയർ അല്ല. ഈ ഭാഗത്ത് ഇത് 120 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? എത്ര വരാം? ഇറ്റ് ഈസ് 60. അറിയാലോ, ഇത് 60 വരും. കാരണം ഇത് ലീനിയർ പെയർ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 വരണം. ഇത് എത്രയാണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, മിസ്സിന്റെ കൈതട്ടി മാഞ്ഞു പോയതാണ്. ദിസ് ഇസ് 108 അല്ല, ഇത് 108 ആണ്. അത് 108 ആണെങ്കിൽ നോക്കൂ, ഇതൊരു ലീനിയർ പെയർ അല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ലീനിയർ പെയർ അല്ലേ. ഇവിടെ എത്ര വരിക? 72. 72. എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? ഇതൊരു ലീനിയർ പെയർ ആണ്, ഇതൊരു ലീനിയർ പെയർ ആണ്. ലീനിയർ പെയറിന്റെ ഒരു ആംഗിൾ തന്നാൽ മറ്റേത് കാണാൻ എന്താ ചെയ്യേണ്ടത്? 180 - 120, ഇവിടെ 60 കിട്ടും. 180 - 108 എത്ര കിട്ടുക? 72. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ എത്രയാണ്? ആംഗിൾ PQR ആണ് കാണുന്നത്. ആംഗിൾ PQR എന്ന് പറഞ്ഞാൽ മതി 60 ഡിഗ്രി പ്ലസ് 72 ഡിഗ്രി. എത്ര കിട്ടുക? 132. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ആ രണ്ട് ആംഗിൾസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗിൾ PQR കിട്ടും. മനസ്സിലായോ? നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫിഗർ ഷോസ് എ സ്ക്വയർ, എ റെഗുലർ പെന്റഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ പുട്ട് ടുഗദർ. എന്തൊക്കെയുണ്ട്? ഒരു സ്ക്വയർ ഉണ്ട്, ഒരു റെഗുലർ പെന്റഗൺ ഉണ്ട്, ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. മൂന്നും കൂടെ ഒന്നിച്ച് വരച്ചിരിക്കുകയാണ്. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഹൗ മച്ച് ഈസ് ആംഗിൾ BAC? ഏതാണ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ BAC, അതായത് ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് പെട്ടെന്ന് തോന്നും, അയ്യോ ഇത് വലിയൊരു പ്രോബ്ലം ആണല്ലോ. ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തല്ലോ, അതിൽ നമ്മൾ റെഗുലർ ഹെക്സഗണിന് ഓരോ ആംഗിൾസും 120 ആണ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? മിസ് ചെയ്തൊന്നല്ലേ, ഓർമ്മയില്ലേ? ഇപ്പൊ ചെയ്തേ ഉള്ളൂ. ഇതോ, ഇത് എത്രയായിരിക്കും? ദിസ് ഇസ് 108 ഡിഗ്രി അല്ല, എല്ലാം തന്നെയായിരിക്കും. റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് എല്ലാം അത് തന്നെയായിരിക്കും. ഒരു സ്ക്വയർ അല്ലേ, സ്ക്വയറിന്റെ ഓരോ ആംഗിൾസ് 90 ഡിഗ്രി ആണ്. ഏത് കുട്ടിക്ക് അറിയാത്തത് അല്ലെ? എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മള് 4 ആംഗിൾ ആണ് ശരിക്കും അവിടെ ഉള്ളത് അല്ലെ. 4 ഒരു
പോയിന്റ്, ഞാൻ അതുകൊണ്ട് മാറ്റി വരയ്ക്കാൻ പോകണം കേട്ടോ. അപ്പൊ നോക്കാം, അവിടെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു ആംഗിൾ നമുക്ക് അറിയില്ല, ഇത് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ഇതെത്രയാണ്? 108 ആണ്. ഇതെത്രയാണ്? 120 ആണ്. ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ, ഇപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആയിട്ട് എത്രയാണ് വരേണ്ടത്? എല്ലാം കൂടെ ആഡ് ചെയ്യാം. എത്ര ആംഗിൾസ് ഉണ്ടെങ്കിലും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരേണ്ടത്? 360 ഡിഗ്രി. എല്ലാവർക്കും അറിയാലോ, ഒരു സർക്കിളിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി. അപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു സർക്കിൾ പോലെ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് അല്ലേ? അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത്? നമുക്ക് ഇവിടെ ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അതിന്റെ ടോട്ടൽ ആംഗിൾ കിട്ടേണ്ടത്? 360 ആണ് കിട്ടേണ്ടത്. അതിൽ നമുക്ക് ഒരു ആംഗിൾ 108, ഒരു ആംഗിൾ 120, ഒരു ആംഗിൾ 90, 3 ആംഗിൾസ് തന്നിട്ടുണ്ട്. 3 ആംഗിൾസ് തന്നെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ എത്ര വരും? 318 എന്ന് വരും. അപ്പോൾ ബാക്കി മറ്റേ ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്താൽ മതി? 360യിൽ നിന്നും 318നെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്താൽ മതി. റൈറ്റ്? എത്ര കിട്ടാം? 42. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ആ ആംഗിൾ എത്രയും വരിക? ആംഗിൾ ബി എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? അതായത് ആംഗിൾ അറൌണ്ട് 1 പോയിന്റ്, ടോട്ടൽ ആംഗിൾസ്, ഒരു പോയിന്റ് ചുറ്റുമുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരേണ്ടത്? 360 ഡിഗ്രി. മനസ്സിലായോ? ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റുമുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 360ൽ 3 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ ആംഗിൾ കാണാൻ ഈ 3ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് 318 എന്ന് കിട്ടി. 318നെ 360ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 42. ഈ ആംഗിൾ എത്രയായിരിക്കും? 42. മനസ്സിലായോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. In the figure ABCDEF is a regular hexagon. ഇതെന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. Prove that triangle BDF, ഈ ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് joining alternate vertices is equilateral. alternate verticesനെ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ എങ്ങനെ പ്രൂവ് ചെയ്യാം? നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ സൈഡ്സിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല, നമുക്ക് സൈഡ്സിനെ കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി അല്ലേ? എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് എത്ര വരാം? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ഇസ് എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ ഒരു ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും നേരം ചെയ്തതാണ്? 120 ആണ് അല്ലെ? ഓരോ ആംഗിൾസ് എത്ര വരിക? 120, 120. ഇത് ഞാൻ ഇവിടെ എഴുതാത്തത് കൺഫ്യൂഷൻ ആണ് കഴിച്ചിട്ടാ. 120 ഡിഗ്രി. അപ്പൊ ഓരോ ആംഗിൾസും 120 ഡിഗ്രി ആണ് അല്ലെ? റെഗുലർ ഹെക്സഗണിന്റെ മാത്രമല്ല എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക. നമ്മൾ എന്താ മിസ് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? ഈ BDF എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഓരോ ആംഗിൾസും 60 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങളോട് ശ്രദ്ധിക്കാം, നമ്മൾ ഇത് നോക്കൂ. ഈ സൈഡും ഈ സൈഡ് എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ബിക്കോസ് ദിസ് ഇസ് എ റെഗുലർ ഹെക്സഗൺ. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. നോക്കൂ, ഈ ട്രയാങ്കിളിനെ നോക്കൂ. ഈ സൈഡും ഈ സൈഡും ഈക്വൽ, 2 സൈഡും ഈക്വൽ ആയ ട്രയാങ്കിളിനെ നമ്മൾ എന്താ പറയാ? ഐസോസെലസ് അല്ലെ? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കുമല്ലോ. ബേസ് ആംഗിൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇത് 120 ആണ്. 3 കൂടി ചേരുമ്പോൾ നമുക്ക് 180 കിട്ടണം. 180 കിട്ടണമെങ്കിൽ 180 മൈനസ് 120, അതായത് 60 ഡിഗ്രി ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 60, രണ്ടും ഈക്വലും ആണ്. അപ്പോൾ ഓരോന്ന് എത്രയായിരിക്കും? ഇതും 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. മനസ്സിലായോ? അങ്ങനെ ഓരോ ഈ ട്രയാങ്കിൾ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ 30 കിട്ടും. ഇതും അങ്ങനെ തന്നെയല്ല, ഇത് 30 കിട്ടും, ഇത് 30 കിട്ടും. ഇവിടെ എടുത്താലും 30 കിട്ടും, ഇവിടെ എടുത്താലും നമുക്ക് 30 ഡിഗ്രി, എല്ലാം 30 കിട്ടും. അപ്പൊ ഇതെത്രയായിരിക്കും? ഇതെത്രയായിരിക്കും? മൊത്തം എത്രയാണ്? ഇതൊരു
റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? ഈ എഫ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എഫ് എന്ന് പറയുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്, റൈറ്റ്? ആംഗിൾ എഫ് എന്ന് പറഞ്ഞത് 120 ഡിഗ്രി ആണ്. അതില് 120യിൽ നമുക്ക് 120, ഇത് 30, ഇത് 30. അപ്പൊ 13, 30, 60 അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത് എത്രയാണ്? 60. കിട്ടിയില്ലേ? കിട്ടിപ്പോയി അല്ലേ? അപ്പൊ അടുത്തതോ ഇവിടെ ഞാൻ തന്നെ കിട്ടാം, സെയിം പോലെ തന്നെ 60 അല്ലെ? ഇവിടെ നമുക്ക് എത്ര കിട്ടാം? സെയിം 60, റൈറ്റ്? അപ്പൊ ആംഗിൾ എഫ് 120 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എത്ര നമുക്ക് കിട്ടിയത്? ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി കിട്ടി. അപ്പൊ എല്ലാതും നമുക്ക് നമുക്ക് 60 ഡിഗ്രി കിട്ടിയില്ല, 60 ഡിഗ്രി കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ BDF ഈസ് എന്താണ്? ഇക്വിലാറ്ററൽ. ഇതുപോലെ തന്നെ വരച്ച് മാർക്ക് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മാത്രമല്ല, ഉത്തരം നോക്കുന്ന ടീച്ചേഴ്സിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരുപാട് സ്റ്റെപ്സ് എഴുതിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു ഐസോസെൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. എന്താണ്? EF വേണമെങ്കിൽ എഴുതി കൊടുക്കാം. EF ഇസ് ഈക്വൽ ടു ED. അതിന്റെ റീസൺ എന്താണ്? റെഗുലർ ഹെക്സഗൺ ആണ്. മനസ്സിലായോ? നമുക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? കിട്ടിയല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ABCDEF ഇസ് എ റെഗുലർ ഹെക്സഗൺ. ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. Prove that ACDF is a rectangle. ACDF is a rectangle. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് എല്ലാവരും വേഗം പറയണം കേട്ടോ ഉത്തരങ്ങൾ. ഓരോ ആംഗിൾസ് എത്രയായിരിക്കും? 120 അല്ലേ? അപ്പൊ ഞാൻ അവിടെ ആംഗിൾ E എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. റീസൺ എന്താണ്? ദിസ് ഇസ് എ റെഗുലർ ഹെക്സഗൺ അല്ലേ? ഞാനൊരു ട്രയാങ്കിൾ എടുക്കാണ്. കൺസിഡർ ട്രയാങ്കിൾ EFD അല്ലെ? EFD ഏത് ട്രയാങ്കിൾ ആണ്? EFD. EF എന്ന് പറയുന്ന സൈഡും ഈ സൈഡും ഈക്വൽ അല്ലേ? റെഗുലർ ഹെക്സഗൺ അല്ലേ? അതായത് EF is equal to ED. ഇതിന്റെ റീസൺ എന്താണ്? ഇറ്റ്സ് എ റെഗുലർ ഹെക്സഗൺ അല്ലേ? റെഗുലർ ഹെക്സഗൺ ആണ്. അതുകൊണ്ട് ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിന് എന്ത് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം അല്ലെ? ഐസോസെലസ് ട്രയാങ്കിൾ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ അതേ ഇത് തന്നെയാണ്. അതായത് ആംഗിൾ EFD, ഈ ആംഗിൾ ആണ് EFD. ഇറ്റ്സ് ഈക്വൽ ടു ആംഗിൾ EDF. EFD എന്ന് പറഞ്ഞാൽ ഇതാണ്, EDF എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് ആംഗിൾ. ഓരോ ആംഗിൾ എത്രയായിരിക്കും? ഒരു ആംഗിൾ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 180 മൈനസ് 120/2 കാണാൻ നമ്മളല്ലേ ചെയ്യാം. അപ്പോൾ 60/2 നിങ്ങൾക്ക് എത്ര കിട്ടി? ഓരോന്നും 30 ഡിഗ്രി എന്ന് കിട്ടും. നമുക്ക് സ്റ്റെപ്പ് ഒന്നും വേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് സ്റ്റെപ്പ് എഴുതിയത്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? 180യിൽ മൊത്തം 180 ആണ്. 180ന്ന് 120 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നാണ് കിട്ടുക അല്ലെ? രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓരോന്ന് കാണാൻ /2 അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 180 മൈനസ് 120/2. ഓരോന്ന് നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടും. ഇനി മൊത്തം നോക്കൂ. ഇത് മൊത്തം എത്ര ആയിരിക്കും? ഇത് 120, ഇത് 30 ആണെങ്കിൽ ഇത് എത്ര കിട്ടും? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആംഗിൾ AFD. മനസ്സിലായ? ആംഗിൾ AFD. AFD ഈ ആംഗിൾ ആണ്. പ്ലസ് ആംഗിൾ EFD. പ്ലസ് ആംഗിൾ EFD. രണ്ടും കൂടെ ചേരുമ്പോൾ 120 കിട്ടണം. ബിക്കോസ് ഇറ്റ്സ് എ റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ അല്ലേ? അപ്പൊ അതിന്റെ ആ ആംഗിൾ, അതായത് ആംഗിൾ F എന്ന് പറഞ്ഞു. രണ്ടും കൂടെ ചേർത്താൽ ഞാൻ പറഞ്ഞ പേര് ആംഗിൾ F എന്നാണ് കേട്ടോ. രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആംഗിൾ F ആണ്. എഴുതാം.
ആംഗിൾ എഫ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ എഫ് ഡി പ്ലസ് ആംഗിൾ ഇ എഫ് ഡി ആണ്. എ എഫ് ഡി പ്ലസ് ഇ എഫ് ഡി. അതിൽ എ എഫ് ഡി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എ എഫ് ഡി കാണാൻ ആംഗിൾ എ എഫ് ഡി ഈസ് ഈക്വൽ ടു 120 മൈനസ് ആംഗിൾ ഇ എഫ് ഡി. ഇ എഫ് ഡി എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ 120 മൈനസ് 30 എത്ര കിട്ടി നമുക്ക്? 90 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? വെരി സിമ്പിൾ. അപ്പൊ അത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ സിമിലർലി all other 3 angles are 90 degree similarly. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? Similarly the other angles also എത്രയാണ്? 90 degree each. So ഏതാണ്? AFDC അല്ലെങ്കിൽ ACDF is a നമ്മൾ പറഞ്ഞിരിക്കുന്നത് is a rectangle. സൈഡ്സ് നമുക്ക് അറിയില്ല, നമുക്ക് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി എന്ന് മാത്രമേ അറിയാവൂ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ഇറ്റ് ഈസ് എ റെക്ടാങ്കിൾ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ മിസ് വീണ്ടും ഒരു സെക്ഷൻ കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരണം കേട്ടോ. കാരണം അടുത്ത ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. മിസ് എന്ത് ചെയ്യാം? എല്ലാവരുടെയും സംശയങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടുതരാം. മനസ്സിലായോ? ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മിസ്സിൻ്റെ വീഡിയോസൊക്കെ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും